ഹലോ ഗേയ്സ്, നമ്മളിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ. അപ്പം നമ്മൾ വെഡ്ഡിങ് പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ. വെഡ്ഡിങ് പർച്ചേസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ പർച്ചേസും എൻഗേജ്മെൻറ്റിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വെഡ്ഡിങ്ങിൻ്റെ സാരി എടുക്കാനൊന്നും അല്ല കേട്ടോ, അത് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ മെയിനായിട്ട് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത് ശ്രുതിയാണ് കേട്ടോ. ഞാനും ശ്രുതിയും കൂടെയാണിന്ന് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അവൾക്ക് കുറച്ച് സെൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല, എല്ലാം അവൾ ചെയ്തോളൂ എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ട്രെയിനിനാണ് കേട്ടോ പോയത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് എങ്ങോട്ടായിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് പോയത് അങ്കമാലി വെഡ്ഡിങ് പ്ലാസയിലേക്കാണ് കേട്ടോ. ശ്രുതിയാണ് എന്നോട് പറഞ്ഞത് അങ്കമാലിയിൽ അവിടെ റേറ്റ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു മെറ്റീരിയൽസിനൊക്കെ. അപ്പം ഞാൻ വിശ്വസിച്ചില്ല, എന്നാലും ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്നോർത്തിട്ട് ഞങ്ങളിത് ജസ്റ്റ് വെറുതെ ഒന്ന് പോയതാട്ടോ. ഇവിടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് മേനക പോവാം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നാണ്. പക്ഷേ എൻ്റെ പൊന്നി ഒന്നും പറയാനില്ല കേട്ടോ, മെറ്റീരിയൽസിനൊക്കെ എന്താ റേറ്റ് കുറവെന്നറിയോ അവിടെ. നല്ല കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷൻസ്. അതുപോലെ നമ്മുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ സെയിൽസ് ഗേളൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെ ഇതാക്കി കേട്ടോ. നല്ല ആൾക്കാരായിരുന്നു. നമ്മൾ പറയുന്ന മെറ്റീരിയൽ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു തന്നു. നമ്മളെ നല്ല പോണൊക്കെ അവർ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. അങ്ങനെ 2-3 ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരെനിക്ക് ആ സ്കേർട്ട് ഉടുപ്പിച്ച ആ രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ പിന്നെ ഒരെണ്ണം ചൂസ് ചെയ്തു. പിന്നെ ഞങ്ങൾ മെറ്റീരിയൽസൊക്കെ നോക്കാൻ പോകാമെന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ശ്രുതി 2-3-4 മെറ്റീരിയൽസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഷോ ഓഫ് ഞങ്ങൾ കാണിച്ചിട്ടോ. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഞങ്ങളവിടെ ജസ്റ്റ് മെറ്റീരിയൽസ് നോക്കാനാണ് പോയത്. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൈ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും പേടിക്കണ്ട, ഇങ്ങോട്ടേക്ക് പോക്കൂ. നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല പ്രൈസ് കുറവുമാണ്. എൻ്റെ എല്ലാം കൂടെ എടുത്തതിന് 2000 വെറും 2000 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് കേട്ടോ. മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അത് ഓഫേഴ്സിലൊക്കെ ആയിട്ട് അവൈലബിൾ. അരമണിക്കൂർ ഓടുമ്പോഴത്തേക്കൊക്കെ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതെനിക്ക് ശ്രുതി തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഏതായാലും ശ്രുതിയോട് ഞാൻ താങ്ക്സ് പറയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടോപ്സൊക്കെ നോക്കി നടന്നു. ശ്രുതി പിന്നെ കുറച്ച് ടോപ്സൊക്കെ നോക്കി കേട്ടോ. പാർട്ടി വെയേഴ്സൊക്കെ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് 2-3 എണ്ണമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതാ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ കയറി. അങ്ങനെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എറണാകുളത്തുള്ള ഉർവശിയിലാണ് കേട്ടോ. നമുക്ക് അക്സസറീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നി അവിടെയും പറയേണ്ട ഒടുക്കത്തെ കളക്ഷൻസ് തന്നെ. നമ്മളങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള നെറ്റിച്ചുട്ടി, കമ്മൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെരുപ്പ് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നൈറ്റ് ഇതേ വീട്ടിലേക്ക് വന്ന് സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അവ എന്തൊക്കെയാണ് വാങ്ങിച്ചേനെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉർവശിയിൽ നിന്നാണ് ഞങ്ങൾ അക്സസറീസൊക്കെ വാങ്ങിച്ചത്. നമുക്ക് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അതെല്ലാം ശ്രുതി എനിക്ക് സെറ്റാക്കി തന്നു. ഞാനതൊന്നും ഓർത്തിട്ടേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവളുള്ളത് കൊണ്ട് ഒന്നും പേടിക്കാനില്ലായിരുന്നു. എല്ലാം എനിക്ക് അവൾ തന്നെയാണ് ഓർത്ത് വാങ്ങിച്ചു തന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും എനിക്ക് വാങ്ങിച്ചു തന്നു, ഒന്നും മറന്നു പോയിട്ടില്ല കേട്ടോ. ജിമുക്കിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ജിമ്മിക്കൊക്കെ ഞങ്ങൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് നല്ല ഒരെണ്ണം കിട്ടിയത്. ഉർവശിയിലേക്ക് പോകണം എന്ന് ഓർത്ത് തന്നെയാണ് കേട്ടോ പോയത്. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്യാറുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തെ. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി കേട്ടോ. സേഫ്റ്റി പിന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇനി ആ സമയത്ത് ഓടി നടക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങളിതെല്ലാം വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് ഉർവശിയിൽ നിന്നാണ് വാങ്ങിച്ചത് പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗുഡ് വില്ലിലായിരുന്നേ. അവിടുന്ന് ഞങ്ങൾ വള മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ബാംഗിൾസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. നമുക്ക് സാരിക്ക് സെറ്റായ ബാംഗിൾ നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത് കേട്ടോ. ഞങ്ങൾ അതും നോക്കിയായിരുന്നു, പക്ഷെ നല്ല ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ, നല്ലത് തന്നെ കിട്ടി. പിന്നെ നമ്മളെടുത്ത ഡ്രസ്സൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. 2000 എടുത്ത ഡ്രസ്സൊക്കെ. ഇത് ഒരു ജീൻസ് എടുത്തായിരുന്നേ. അത് നമുക്ക് ഓഫറിൽ കിട്ടിയിട്ടാണ്. ഒരു 360 എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ക്വാളിറ്റി ഇല്ലാത്തതൊന്നുമല്ല, നല്ല മെറ്റീരിയൽ ഓഫറിൽ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ കളർ എനിക്കില്ലായിരുന്നു, അപ്പം ഞാൻ അങ്ങനെ അത് എടുത്തായിരുന്നു. പിന്നെ ബ്ലൗസിൻ്റെ കുറച്ച് മെറ്റീരിയൽ എടുത്തായിരുന്നേ.
പിന്നെ നമുക്ക് ഒരു ഓഫറിൽ കിട്ടിയ കുർത്തിയാണ് കേട്ടോ ഇത്. 70 അതെ 70ക്ക് കിട്ടിയ 2 കുർത്തി നമുക്ക് കിട്ടി. എനിക്കും കിട്ടി, ശ്രുതിക്കും കിട്ടിയായിരുന്നു. അത് ഓഫറായിരുന്നു. പിന്നെ നമുക്ക് ബ്ലൗസ് പീസ് ആവശ്യമുണ്ടായിരുന്നേ. അപ്പോൾ അതും അതിൻ്റെ ലൈനിങ്ങും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏറ്റവും ഇത് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ശ്രുതി എന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. സ്യൂട്ടായിട്ടുള്ള ബാംഗിൾസ്, കമ്മൽ അതൊക്കെ തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ, എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ. ഇനി നമ്മൾ ഫാമിലിയായിട്ട് കല്യാണത്തിനുള്ള വെഡ്ഡിങ് പർച്ചേസ് നമുക്ക് കാണാം കേട്ടോ. അധികം വൈകാതെ നമുക്ക് അത് കാണാം. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാരി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രുതിയുടെ എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് ശ്രുതി തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ബൈ ഗൈസ്.